പാർട്ടിയിലെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് വളരെ ഗൗരവത്തിൽ എടുക്കണമെന്ന് CPIM നേതാവ് AK ബാലൻ. G സുധാകരൻ പാർട്ടിയെ ഞെട്ടിച്ചു. സുധാകരൻ ചെയ്തത് രാഷ്ട്രീയ ചെറ്റത്തരം തന്നെയാണെന്നും AK ബാലൻ 24-ന്റെ ആൻസർ പ്ലീസിൽ ദീപക് ധർമ്മടത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. ഇത് ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സംഘടന പ്രത്യയശാസ്ത്ര ബോധം അതിൽ വന്നിട്ടുള്ളൊരു പെശകാണത്. പരമാവധി കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം കമ്മിറ്റ്മെൻറ്റാണ്. ആരോട്? തൊഴിലാളി വർഗത്തോടും തൊഴിലാളി വർഗ പാർട്ടിയോടും. G സുധാകരൻ SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ വിഭാഗീയ നീക്കം നടത്തിയെന്നും AK ബാലൻ തുറന്നടിച്ചു. SFI സമ്മേളനത്തിൽ വിമർശിച്ച തന്നെ G സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ല എന്നും AK ബാലൻ. പിണറായി, ഞാൻ നിങ്ങളോട് പറയാൻ കളവ് പറയില്ല. 3 പ്രാവശ്യം വിളിച്ചു എന്ന് പറയുന്നത് സത്യസന്ധമാണ്. എന്നിട്ട് അയാൾ ഫോൺ എടുത്തില്ല എന്നുള്ളത് എരപ്പത്തരം തന്നെയാണ്. അതിന് എരപ്പത്തരം എന്നുള്ളത് അദ്ദേഹം ഉപയോഗിച്ച വാചക ഡിക്ഷണറി വായിക്കാത്തത് കൊണ്ടാണ്. രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ്. ചെറ്റത്തരം എന്ന് അദ്ദേഹം ഉപയോഗിച്ചത് രാഷ്ട്രീയ ഡിക്ഷണറി അതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണെന്ന് നോക്കി ആൾ പറഞ്ഞു. ദീപക് ധർമ്മടം ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, G സുധാകരന് രൂക്ഷ വിമർശനം, മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് AK ബാലൻ? ദീപക്, സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളിലെല്ലാം തന്നെ AK ബാലൻ തുറന്നടിക്കുന്നുണ്ട് ഡോക്ടർ ഉന്മേഷ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം G സുധാകരനെ കുറിച്ച് ഏറ്റവും കടന്നാക്രമിക്കുന്നത് സുധാകരന്റെ SFI കാലഘട്ടത്തിലെ വിഭാഗീയ പ്രവർത്തനം മുതൽ, അതായത് SFIയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നു. പ്രവർത്തന റിപ്പോർട്ടിൽ ഉടനീളം സഖാവ് G സുധാകരൻ എന്ന് എഴുതിയ സമയത്ത് പഴയ ഷേക്സ്പിയറിയൻ സാഹിത്യത്തിലുള്ളതുപോലെ ബ്ലഡും ബ്ലഡിയും മാത്രം എഴുതുന്നു എന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് AK ബാലൻ വിമർശിക്കുന്നു. ആ വിമർശനത്തിന്റെ പ്രതികാരം എന്നോണം AK ബാലനെ സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് പെടുത്തിയില്ല. അതായത് കണ്ണൂരിൽ നിന്നും പോകുന്ന ഒരു പ്രതിനിധിയായിട്ട് പോലും, ബ്രണ്ണൻ കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും പോയില്ല, പെടുത്തിയില്ല. പക്ഷേ അടുത്ത സമ്മേളനം ആകുമ്പോഴേക്കും ബ്രണ്ണൻ കോളേജിൽ നിന്നും ചെയർമാനായാണ് AK ബാലൻ പോകുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കേണ്ടി വന്നു. അതായത് G സുധാകരൻ അന്നേ പാർട്ടിയിൽ അല്ലെങ്കിൽ SFIയിൽ വിഭാഗീയ നിലപാട് എടുത്തിരുന്നു. വിഭാഗീയതയുടെ പേരിൽ ഒരു നിമിഷം ദീപക്, ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. വളരെ വേഗത്തിൽ അത് ശരിയാക്കാം. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. G സുധാകരനെതിരെ രൂക്ഷ വിമർശനമാണ് AK ബാലൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം പാർട്ടി വിട്ട നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്നു. SFI കാലത്ത് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ വിമർശിക്കുന്നു. വിഭാഗീയ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു SFI കാലത്ത് G സുധാകരൻ എന്നാണ് AK ബാലൻ ഇപ്പോൾ ഉയർത്തുന്ന വിമർശനം. അങ്ങനെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനെതിരെ നടത്തിയ പരാമർശത്തെ ഉൾപ്പെടെ ഇപ്പോൾ AK ബാലൻ അതിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ ചെറ്റത്തരം തന്നെയാണ് G സുധാകരൻ ചെയ്തത് എന്നുള്ള നിലപാട് അത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതാണ്. അത് AK ബാലനും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടായി ആവർത്തിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് വൈകിട്ട് 5:30 24-ലുണ്ടാകും. ദീപക് തുടരാം. ദീപക്, ഡോക്ടർ ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം G സുധാകരനെ ഇതുവരെ കടന്നാക്രമിച്ച ആരും തന്നെ SFI കാലത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ SFI കാലം മുതൽ വിഭാഗീയമായ നിലപാടെടുത്തിരുന്നു G സുധാകരൻ എന്ന് AK ബാലൻ കൃത്യമായി വ്യക്തമാക്കുന്നു. SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ക്രിയാത്മകമായ സ്വയം വിമർശനം നടത്തിയതിന്റെ പേരിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാതിരിക്കാൻ G സുധാകരൻ ശ്രമിച്ചു എന്നുള്ളത്. മറ്റൊരു സംസ്ഥാന സമ്മേളനത്തിൽ G സുധാകരനെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റി പ്രസിഡന്റായി തരം താഴ്ത്തുന്നു SFI. അന്ന് EMSന് പ്രസംഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ അഭിമുഖത്തിൽ അദ്ദേഹം AK ബാലൻ വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭുവനേശ്വരന്റെ പടമാണ് തന്റെ ലൈബ്രറിയിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷെ ആ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വമാണ് സഹോദരനായ G സുധാകരൻ റദ്ദ് ചെയ്തത്, അവമതിക്കുന്നത് എന്നുകൂടി പറഞ്ഞാണ് കടന്നാക്രമണം. ആ കടന്നാക്രമണത്തിൽ A സുരേഷ് മലമ്പുഴയിൽ കോൺഗ്രസിന്റെ വോട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PK ശശിക്കെതിരായ അന്വേഷണ കമ്മീഷൻ AK ബാലനും PK ശ്രീമതിയുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്നു. രമേശ് പിഷാരടി വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വോട്ട് ചോദിക്കുമ്പോൾ അത് എന്തിന്റെ തുടർച്ചയാണ്? ബലാത്സംഗത്തിന്റെ തുടർച്ചയും ഗർഭഛിദ്രത്തിന്റെ തുടർച്ചയുമാണോ എന്നൊക്കെ തുറന്നടിച്ചുകൊണ്ടാണ് ആൻസർ പ്ലീസിൽ AK ബാലൻ പ്രതികരിക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്,
ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ആൻസർ പ്ലീസിന്റെ പൂർണ്ണരൂപം എന്ന് കാണാം വൈകിട്ട് 5:30 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.